നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടും. ചിലരെ പരിചയപ്പെടണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനൊരു വ്യക്തിത്വത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നഴ്സിംഗ് രംഗത്ത് 18 വർഷത്തോളം പ്രവർത്തന പരിചയം, ഒരു യങ് ഓൺട്രപ്രണർ, ഒരു കമ്മ്യൂണിറ്റി ലീഡർ മാത്രമല്ല, ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടെയാണ് ഈ വ്യക്തിത്വം. നമുക്കെപ്പോഴും പാഷൻ, കമ്പാഷൻ ഇത് സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണൽസിൽ കൂടി വേണം നമ്മൾ എപ്പോഴും പേഷ്യൻ്റ് കെയർ വേണ്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നു. അതുപോലൊരു ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടാളിയെ നമ്മൾ പരിചയപ്പെടുമ്പോൾ, ആ വ്യക്തിത്വത്തിൻ്റെ യാത്രയെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാവില്ലേ? മഹത്തരമാണ് ആ യാത്ര. Let me proudly present Mr. Shiju Stanley, the Chairman and Managing Director of Care and Cure Home Health Services, or CNC Private Limited. കരമന ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന 15-16 വർഷത്തോളിലേക്ക് കടക്കുന്ന ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും, എനിക്കൊരു മുതൽക്കൂട്ടാണ്. നമുക്ക് കേട്ടു നോക്കാം. വെൽക്കം മിസ്റ്റർ ഷിജു സ്റ്റാൻലി. താങ്ക് യു ടു ദിസ് സൗഹൃദ സംഭാഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് നിമിത്തമാണല്ലേ? താങ്കൾ എങ്ങനെയാണ് ഈ നഴ്സ് രംഗത്തേക്ക്, നഴ്സിംഗ് ആണ് എൻ്റെ ഒരു പ്രധാന ഒരു പാഷൻ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഇതാണ്, ജനങ്ങളുടെ സേവനത്തിലേക്ക്, ഒരു ആതുര സേവനത്തിലേക്ക് മനസ്സ് തിരിയുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, ആ യാത്ര എവിടെയാണ് തുടങ്ങിയത്? സത്യം പറഞ്ഞാൽ നഴ്സിംഗ് എന്ന് ഈ സംരംഭത്തിലേക്ക് വരേണ്ട ഒരാളല്ല ഞാൻ അതിനുവേണ്ടി പഠിക്കണമെന്നോ അങ്ങനെ ഒരു ആതുര സേവന രംഗത്തേക്ക് വരണമെന്നോ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് പോലും. അപ്പൊ ഞങ്ങളുടെയൊക്കെ +2 കഴിഞ്ഞ സമയത്ത് അടുത്തെന്ത് എന്നുള്ള ഒരു ചോദ്യം എല്ലാ വീടുകളിലും ചോദിക്കുമ്പോൾ ചോദിക്കും, എന്താണ് നെക്സ്റ്റ്? അപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രത്തില് ഒരു പരസ്യം കാണാൻ ഇടയായത്. അതിങ്ങനെയായിരുന്നു, നേഴ്സിംഗ് പഠിച്ചാൽ വിദേശത്ത് ജോലി, അതും ലക്ഷങ്ങൾ ശമ്പളം. അപ്പോ വീട്ടുകാർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്, അട്രാക്റ്റീവ് പോയിന്റ്. അത് അന്ന് ആ സമയത്ത് 2000 ആ സമയത്ത് കേരളത്തില് മെയിൽ നഴ്സസിന് പഠിക്കാനുള്ള അവസരം വളരെ കുറവാണ്. വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമേ ലഭ്യമുള്ളൂ. ആ സമയത്ത് കുറെ തിരക്കി. അപ്പൊ ഈ വന്ന പരസ്യത്തിൽ അത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോളേജിന്റെ പരസ്യമാണ്. അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു, പോയി പഠിച്ചൊരു 2 വർഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഹോസ്പിറ്റലിലെ പ്രാക്ടീസിന് പോയപ്പോഴാണ് ഇതിന്റെ സത്യം മനസ്സിലായത്. അതായത് നേഴ്സിംഗ് പഠിച്ചാൽ ഉടനെ വിദേശത്ത് പോകാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ കുറെ മാനദണ്ഡങ്ങളുണ്ട്. അതത്ര ഈസിയുമല്ല. അങ്ങനെ ഞങ്ങള് എന്തായാലും 2 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു 4 years കൊണ്ട് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നാട്ടിൽ വന്നു. അപ്പോഴും ഈ നഴ്സിംഗിന് പഠനമെല്ലാം ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, ജോലിക്ക് കയറി. അപ്പോഴും ഈ പറയുന്ന ലെവലിലുള്ള അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. എന്തായാലും പഠിച്ചു പോണം. അപ്പം അന്നത്തെ സാഹചര്യം അനുസരിച്ച് സാലറി ഒക്കെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മളത് ജോലി ചെയ്തു. പക്ഷെ കുറച്ച് ചെയ്ത് വന്നപ്പോ ആൾക്കാരുമായിട്ടുള്ള പരിചയപ്പെടാനുള്ള ഒരു സമയം, അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്കൊരു പ്രയോജനമാവുന്നു എന്നുള്ളൊരു തോന്നൽ, വളരെ നിസ്സാരമായ സാലറിക്കാണ് അന്ന് പലരും. പക്ഷെ അടുത്ത കാലത്ത് അങ്ങനെ ഒരു നഴ്സിംഗിന്റെ ഒരു പ്രാധാന്യം അറിയാമെങ്കിൽ പോലും വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെട്ടില്ല. അന്ന് വളരെ തുച്ഛമായിട്ടുള്ളൊരു സാലറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഈ ലെവലിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിന്റെ ഉള്ളിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാവും. നമ്മളെ ചോദിച്ചു വരുന്ന കുറെ ആൾക്കാരുണ്ട്.
പിന്നെ ആവുമ്പോഴത്തേക്കും നമ്മളെ നിൽക്കുന്നതിൽ ഇപ്പൊ ഇന്ന ആളുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന, അങ്ങനെ പലരെയും ചോദിക്കുന്നുണ്ട്, അങ്ങനെ നമ്മളെയും ചോദിച്ചു വരാൻ ആൾക്കാർ തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ആകാംക്ഷയോടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഉത്സാഹവും പ്രോത്സാഹനം ഉണ്ടായി. യെസ്. അവിടെ നിന്നാണ് ആക്ച്വലി നമ്മളുടെ ഈ നഴ്സിങ്ങിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ പുറത്തു പോകണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ജോലി ചെയ്യണം എന്ന ജോലിയായിട്ട് മാത്രമേ ആദ്യം കണ്ടിരുന്നുള്ളൂ. തുടക്കത്തിൽ അത് മാത്രമാണ് ആക്ച്വലി കണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു പാഷനായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടായി, ഇന്ന് ഇപ്പോ ഈ ലെവലിൽ വരെ എത്തിയതിന്റെയും മെയിൻ കാരണം ഈ ആൾക്കാരുമായിട്ടുള്ള പരിചയപ്പെട്ടുമ്പോഴുള്ള നമുക്ക് കിട്ടിയ ആ അനുഭവം. ഈ അതിന് വളരെ വലിയ വാലിഡ് പോയിന്റ് ആണ്, നമ്മളെ തിരക്ക് വരിക എന്ന് പറയുന്നത്. അതെ, എ കസ്റ്റമർ ഈസ് എ കസ്റ്റമർ ഓൺലി ഇഫ് ദ കസ്റ്റമർ കംസ് ബാക്ക് എന്നാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെക്കേഷൻ പോയി, നമ്മൾ തിരിച്ചു വരുമ്പോൾ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് ഈസ് നോട്ട് ഫെൽറ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ നോക്കുന്ന നിങ്ങളുടെ ഒരു ആബ്സെൻസ് അവിടെ, അല്ലെ നിങ്ങളുടെ ഒരു ആവശ്യകത അവിടെ നിർണ്ണയിക്കപ്പെടുകയാണ്. അവിടെയാണ് അതിന്റെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ. അപ്പൊ നഴ്സിംഗ് രംഗത്ത് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തു തുടങ്ങി, ആളുകളുമായിട്ട് പരിചയപ്പെട്ടു തുടങ്ങി. അതിന്റെ ഭാഗമായി, ആതുര സേവനത്തിന്റെ ഭാഗമായി ഇതൊരു നോബിൾ പ്രൊഫഷനാണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ആ ഒരു കാഴ്ചപ്പാടും ആ മൂല്യവും ഒക്കെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കരുപ്പിടിപ്പിക്കുന്നതിന്റെ ഒരു അതിങ്ങനെ മറ്റുള്ളവരുടെ പരിചരണത്തിൽ കൂടെ പങ്കെടുത്തതാണോ, പലരുടെയിൽ നിന്നും കിട്ടിയതാണോ, അതിൽ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തതാണോ? ആക്ച്വലി ഒരു സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടില് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സമയമില്ല, ഫുള്ളി ബിസി. നമ്മുടെ മക്കളോടൊത്ത് സംസാരിക്കാൻ സമയമില്ല, അമ്മയുടെ അടുത്തും പോയിരുന്നു വർത്താനം പറയാൻ സമയമില്ല. അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ പാർട്ട് ടൈം ആയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ പോയി ചെയ്യും, ഇടയ്ക്ക് ചില സർവീസൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു 1 വർഷം 2 വർഷമൊക്കെ ആയപ്പോ എനിക്ക് കുറച്ച് വയസ്സായ കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ ഇവരുടെയൊക്കെ ആഗ്രഹം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആവശ്യം ഒരു മെഡിക്കൽ സർവീസ് എന്നതിലുപരി കുറച്ച് സമയം അവരുടെ അടുത്തൊന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ തിരക്കുക, പിന്നെ എന്തെങ്കിലും മെഡിക്കൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ഇപ്പൊ എനിക്ക് തമ്പാനൂര് ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പന് അവസാനം മരിക്കുന്നത് വരെ എന്ത് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കും. കാരണം ഇയാള് ഒരു പ്രൊലോങ്ഡ് ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. മിക്ക സമയം ഹോസ്പിറ്റലിൽ ബെഡ് ഉണ്ടാവാറില്ല. അപ്പം ബുദ്ധിമുട്ട്, അപ്പൊ ഇവരുടെ മക്കൾക്ക് ബുദ്ധിമുട്ട്, പിന്നെ അപ്പൂപ്പനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അവസാനം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ തന്നെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഷിജു, ഈ അപ്പൂപ്പന്റെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം തൽക്കാലം ഒരു നെബുലൈസേഷൻ കൊടുത്താൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ട്, വയസ്സായതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നൊരു സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് ചെയ്യണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ എനിക്ക് നമ്പറും തന്നു. അന്ന് മുതൽ ഈ ആള് മരിക്കുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ വീട്ടിൽ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇവരുമായിട്ടുള്ളൊരു കമ്പാരിസൺ വന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അത് രാവിലെ മുതൽ നമ്മുടെ ഹോസ്പിറ്റൽ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഇന്ന ആള് വരും, ചായയെല്ലാം ഒരുക്കി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഇപ്പോഴും അവരുടെ മക്കളും അവരുമായിട്ടൊക്കെ ഒരു വലിയ ബന്ധം നമുക്കുണ്ട്. നമ്മളെ കാത്തിരുന്ന് അതിനു വേണ്ടി ഇരിക്കുന്നതിന് ഒരു കാത്തിരിപ്പിന് ഒരു സുഖമുണ്ടല്ലോ. തീർച്ചയായും ആ ഒരു നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അടുത്ത് ഇത് കഴിഞ്ഞ ഉടനെ ഇവരെയൊക്കെ പോയി കാണണം, ഇവരെടുത്ത് സംസാരിക്കണം. ഇവർക്ക് പൈസയിലുപരി പൈസ തരുമായിരുന്നവര്. ആക്ച്വലി ഞാൻ ഇത്ര വേണം അത്ര വേണം അങ്ങനെ ഒന്നും പറയാറില്ലായിരുന്നു. അവർ തരും. പക്ഷെ അതിലുപരി എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ കണ്ട് സംസാരിക്കുക, അല്ലെ ഇവർക്ക് വേണ്ട ഇതൊക്കെ കൊടുക്കുക. ഞാൻ മിക്ക ദിവസവും വീട്ടിൽ വരും 11 മണി 12 മണിയൊക്കെ ആവും രാത്രി. കാരണം ഈ കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവരും സംസാരിച്ചൊക്കെ എടുത്തിട്ട് വലിയ ദുർഗയൊന്നുമില്ല, അപ്പൊ അതൊക്കെ പോയി ചെയ്യും. അത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഏത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടണമല്ലേ. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്, നോട്ട് എ റിസൾട്ട്. അത് നമ്മളിൽ തന്നെ ഉണ്ട് നമ്മുടെ സന്തോഷം. അപ്പോൾ ഈ ഇങ്ങനെ നഴ്സിംഗ് തുടർന്നുകൊണ്ടിരുന്നു.
ഇപ്പോൾ ഏകദേശം 18 വർഷം കഴിഞ്ഞു. ICU വരെ നഴ്സായിരുന്നു. ഈ ഹോം ഹെൽത്ത് സർവീസസ് പല രാജ്യങ്ങളിലും ഉണ്ട്. കേരളത്തിൽ അത് അത്ര പ്രബലമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു ഹോം ഹെൽത്ത് കെയർ എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യാനും ഇത് 15-16 വർഷത്തോളം ഇതിങ്ങനെ സുത്യർഹമായി കൊണ്ടുപോകാനും കഴിഞ്ഞതിന്റെ എങ്ങനെയാണ് ആ പരിവർത്തനത്തിന്റെ പാത? ആക്ച്വലി ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് മേഖലയിൽ ഹോം ഹെൽത്ത് കെയർ സർവീസ് തുടങ്ങിയത് കെയർ ആൻഡ് ക്യൂർ ആണ്. അപ്പോൾ ഇപ്പോൾ കുറെ സംരംഭകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം പല മീറ്റിങ്ങിലും കാണുമ്പോൾ എന്തുകൊണ്ടാണ് സർ നിങ്ങൾ അന്ന് ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ഇടയായത്? എന്താണ് നിങ്ങളുടെ പിന്നിൽ? ഞാൻ ആക്ച്വലി നഗരത്തിലെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. പ്രത്യേകിച്ചും കാഷ്വാലിറ്റി ആയിരുന്നു എൻ്റെ തുടക്കം. ഇവിടെ നിൽക്കുമ്പോൾ പല ആൾക്കാർ, പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർ, ഒരു ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ ചിലപ്പോൾ അവരുടെ മക്കളുടെ ജോലി ലീവ് എടുത്ത് ഒരു ആംബുലൻസ് പിടിച്ച് അല്ലെങ്കിൽ സ്ട്രക്ചറിലെടുത്ത് കൊണ്ടുവരും. ഇത് ആക്ച്വലി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാരണം അവിടെ അത്രയും തിരക്കാണ്. തിരക്കായ സമയത്ത് നമുക്കും അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കും, നമുക്കുള്ള ടൈം മാക്സിമം ചെയ്യും. പക്ഷെ ഈ ഒരു ഇച്ചിരി എക്സാമ്പിൾ പറയുകയാണ്, യൂറിൻ പോകാനുള്ള കത്തീറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ആക്ച്വലി ഒരു 10 മിനിറ്റത്തെ വർക്കേ ഉള്ളൂ ഒരു പ്രൊഫഷണൽ നേഴ്സിന്. പക്ഷെ അത് ഇവര് ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു 6-7 മണിക്കൂർ എടുക്കും. അത്യാവശ്യം പൈസയും അവർക്ക് എക്സ്പെൻസ് ആണ്. കാരണം ഇതെല്ലാം ചെയ്യണമല്ലോ. അപ്പൊ ഇങ്ങനെ ആൾക്കാർ പലരും വന്ന് ഞങ്ങളടുത്ത് ചോദിക്കും, നിങ്ങൾക്കൊന്ന് വന്ന് ചെയ്തു പറ്റുമോ? പക്ഷെ നമ്മുടെ അവിടുത്തെ ജോലി സാഹചര്യവും അവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് വരാൻ ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ മതി, ഞങ്ങൾ ചെയ്തു തരാം. ഇതിങ്ങനെ ഗ്രാജുവലി വന്ന് മിഡ് നൈറ്റും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് പ്രശ്നം വരും. കാരണം ഈ കത്തീറ്റർ ബ്ലോക്ക് ആവും, യൂറിൻ പോവില്ല, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും. എമർജൻസി സിറ്റുവേഷൻസ് ആണ്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ഹോസ്പിറ്റലിൽ വിളിക്കും. കാരണം ഹോസ്പിറ്റലിൽ അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം ഓപ്ഷൻ ഇല്ല ആ സമയത്ത്. കാരണം നൈറ്റ് ഒക്കെ കുറച്ച് ലിമിറ്റഡ് സ്റ്റാഫ് ഉണ്ടാവും. ഇതിങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം നമുക്ക് അറിയാൻ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഒരു പേഷ്യന്റ്, സ്ഥിരമായിട്ട് വരുന്നതാണ്. ഒരു അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ, അവരുടെ മക്കളൊക്കെ പുറത്തും കൊണ്ടാണ്. രാത്രി വന്നു, കത്തീറ്റർ ബ്ലോക്കായി, യൂറിൻ പോകുന്നില്ല. ഇവര് പലരെയും വിളിച്ചു, ഹോസ്പിറ്റലിൽ വിളിച്ചു, നടന്നില്ല. അവര് നേരെ കാഷ്വാലിറ്റിയിൽ വന്നു. കാരണം വേറെ ആരും കൊണ്ടുവരാനില്ല. ഇതൊരു കരമന ഗ്രാമത്തിനകത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവർ ആംബുലൻസ് പോകത്തില്ല, സ്ട്രക്ചറിൽ എടുത്തിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഒട്ടും പറ്റില്ല. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവരാരും ചെയ്തില്ല. പക്ഷെ എന്നാലും അവിടെ അന്നിരുന്ന ഒരു കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പുള്ളി പറഞ്ഞു, നമ്മുടെ സ്ഥിരം ഒരു നാളാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. കരമനയായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു സ്റ്റാഫിനെയും കൂട്ടി അവിടുത്തെ ആംബുലൻസിൽ വിട്ടു. അത്യാവശ്യം വന്നു, ഹോസ്പിറ്റൽ പെർമിഷൻ എടുത്തുകൊണ്ട്. അവിടെ പോയപ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അതായത് കരമന ഒരു ഗ്രാമത്തിനകത്ത്, അറിയല്ലോ, ചെറിയ ചെറിയ അഗ്രഹാരങ്ങൾ പോലത്തെ സ്ഥലത്ത് ഈ ആളിനെ കൊണ്ടുപോകാൻ അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഷ്യന്റ് ആണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടി കിടക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പെയിൻ കൊണ്ട് നിലവിളിക്കുന്നു. അതെ, ഭയങ്കര പെയിനാണ്. ഞങ്ങള് പോയി, ഞാനും വേറെ ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടായിരുന്നു. പോയി ഞങ്ങളത് ആ കത്തീറ്റർ മാറ്റി പുതിയത് ഇൻസേർട്ട് ചെയ്തു. ആളിനെ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കൊടുത്തു. അന്നാണ് ആക്ച്വലി ഒന്ന് മനസ്സിൽ ചിന്തിച്ചത്, എന്തുകൊണ്ട് നമുക്ക് എപ്പോ വിളിച്ചാലും പോകാൻ പറ്റുന്ന ഒരു സംരംഭം തുടങ്ങിക്കൂടാ എന്ന്. തീർച്ചയായും അന്ന് ആ ചിന്തിച്ചു തുടങ്ങി. വർഷങ്ങളെടുത്തു, ഒരു 5-6 വർഷം എടുത്തു. ആ വർഷം കൊണ്ടാണ് ആക്ച്വലി കെയർ ആൻഡ് ക്യൂർ എന്ന ഒരു സ്ഥാപനത്തിലേക്ക് പോകുന്നത്. അതൊരു നല്ലൊരു യാത്രയാണ്. പലപ്പോഴും ഇത് വളരെ വളരെ സത്യമാണ്. പലർക്കും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അഫോർഡബിലിറ്റി, അപ്രോച്ചബിലിറ്റി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഹോം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അനന്ത സാധ്യതയുള്ള, വളരെ അത്യാവശ്യം ഒരു പ്രത്യേകിച്ച് പ്രായമായവർക്ക് വേണ്ട ഒരു സർവീസാണ്. എന്തൊക്കെ സർവീസാണ് ഇപ്പോൾ ഈ കെയർ ആൻഡ് ക്യൂർ നൽകിക്കൊണ്ടിരിക്കുന്നത്? 24 മണിക്കൂർ നമ്മുടെ സ്ഥാപനം വർക്കിംഗ് ആണ്. 24 hours കോൾ സെന്റർ ഉണ്ട്. രാവിലെ 7 മണി മുതൽ ഈവനിങ് 7 മണി വരെ ഡോക്ടറിന്റെ സർവീസ് അവൈലബിൾ ആണ്, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നൈറ്റും, ഇന്നലെ പോലും ആക്ച്വലി ഒരു 10 മണിക്ക് നമ്മൾ ഡോക്ടർ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ അവൈലബിലിറ്റി. ഓക്കെ. നഴ്സിംഗ് സ്റ്റാഫ്, രജിസ്റ്റേർഡ് നഴ്സിംഗ് സ്റ്റാഫ് റൗണ്ട് ദ ക്ലോക്ക് ഉണ്ട്. അതായത് ഡേ ടൈമിൽ നമ്മൾ കണ്ട ഏതെങ്കിലും കേസ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പോയിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് ഡോക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം, ടെലിമെഡിസിൻ വഴി എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുക. എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഉണ്ട്. കൂടാണ്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു നഴ്സിംഗ് സർവീസ് ആയിരുന്നു, ആക്ച്വലി പ്യുവർ നഴ്സിംഗ് സർവീസ് ആണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഇന്ത്യയിൽ വേറെ ഒരു ഹോം കെയറും കൊടുക്കാത്ത അത്രയും സർവീസ് ഞങ്ങളുടെ പക്കലുണ്ട്. സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉൾപ്പെടെ ജനറൽ മെഡിസിൻ ഉണ്ട്, ജനറൽ പ്രാക്ടീസ് ഉണ്ട്, സൈക്കാട്രി ഉണ്ട്, ENT ഉണ്ട്, സർജൻ ഉണ്ട്, പോഡിയാട്രിക് സർജൻ ഉണ്ട്. ഓക്കെ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ പോയിട്ട് ബാക്കി എല്ലാ സർവീസും ഇന്ന് കെയർ ആൻഡ് കെയറിലുണ്ട്. കൂടാണ്ട് പല ഇന്നോവേഷൻസും നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ കഴിയും. അത് എനിക്ക് തോന്നുന്നത് ഇത്രയും സർവീസ് ചെയ്യുന്ന ഇപ്പൊ എക്സ്റേ ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു എക്സ്റേ കാലത്ത് ലൈസൻസ് ഉള്ളൊരു സ്ഥാപനം ഞങ്ങളുടെയാണ്. ഉറപ്പായിട്ടും ഇത്രയും സർവീസ് ചെയ്യുന്ന ഹോം ഹെൽത്ത് കെയർ സർവീസസ് ഉണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനും ഒരു ഹോം ഹെൽത്ത് കെയർ അമേരിക്കയിൽ ചെയ്തിരുന്നു. ഇതിനകത്ത് ഒരു വലിയൊരു പ്രാധാന്യം, ഒരു വ്യത്യസ്തത ഞാൻ കാണുന്നത്, ഒരു നഴ്സ് തുടങ്ങിയ ഒരു സംരംഭം കേരളത്തിന്റെ ഇപ്പോ തിരുവനന്തപുരത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഒരു കോൾ വിളിച്ചാൽ ഓടിയെത്തുന്നു. എല്ലാവിധ സർവീസും അവൈലബിൾ ആണ്. ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി എല്ലാ വീടുകളിലേക്ക് എത്തുന്നു എന്നതിലുപരി ഇതിപ്പോ ഒരു വികസനത്തിന്റെ പാതയിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി ഉള്ള എക്സ്പാൻഷൻ? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലേ ഈ കെയർ ആൻഡ് കെയറിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും ഇത് മറ്റുള്ളവർക്ക് അറിയില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സ്ഥാപനം വന്നു, നഴ്സിംഗ് സർവീസ്, ഡോക്ടേഴ്സ് സർവീസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എക്സ്പാൻഷൻ വേണം. വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോൾ പ്രത്യേകിച്ചും ഈ ഹോം കെയർ ഇൻഡസ്ട്രി കേരളത്തിൽ പുതിയതായതുകൊണ്ട് പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഈവൻ ഗവൺമെന്റ് ലെവലിലായിരുന്നാലും കമ്മ്യൂണിറ്റി ലെവലിലായാലും ഹോസ്പിറ്റൽ ലെവലിലായാലും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആർക്കും വലിയൊരു ഐഡിയ ഇല്ല. ഞാനിത് 1-2 ഹോസ്പിറ്റലുമായിട്ട് നമ്മുടെ അസോസിയേഷനെ കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെയാണ് SUT ഹോസ്പിറ്റലിലെ CEO കേണൽ രാജീവ് മണാലി സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ശ്രീ ഉത്രാടം തിരുനാൾ. അതെ, പട്ടത്ത് ഉള്ള SUT ഹോസ്പിറ്റലിലെ CEO ആയിരുന്ന കേണൽ രാജീവ് മണാലി സാർ. അപ്പൊ സാറിന് ആക്ച്വലി അദ്ദേഹം MD ആണ്. അതെ, ഇന്ന് അദ്ദേഹം SUTയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പൊ സാറിന് ആക്ച്വലി നല്ല ലോകപരിചയമുള്ള ആളാണ്. പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ കേണലുമായിരുന്നല്ലോ. അതെ, അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് നല്ല വെൽ അവെയറാണ് കാര്യങ്ങളൊക്കെ. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ആക്ച്വലി ഷിജു ഇസ് എ ഗുഡ് കൺസെപ്റ്റ്, നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പം അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. 2021 മുതൽ ഇതുവരെയും SUTയുമായിട്ടുള്ള ഒഫീഷ്യൽ ടൈപ്പിൽ നമ്മുടെ ഹോം കെയർ, ആ ഹോസ്പിറ്റലിന്റെ ഹോം കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണത് ഞങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ പല മീറ്റിംഗ്സിലൊക്കെ പോകാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളി എന്നോട് ഒരിക്കൽ ചോദിച്ചു, ഷിജു, നിങ്ങൾ കേരളത്തിൽ നല്ലപോലെ ചെയ്യുന്നുണ്ട്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നിങ്ങൾ എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ട് നിങ്ങളത് പുറത്തും കൂടെ കൊണ്ടുപോകുന്നില്ല? ആ ഒരു ചോദ്യം ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളിത് ചെയ്യുന്നു, ഓക്കെയാണ്, കേരളത്തിലൊക്കെ പോകുന്നെങ്കിലും നമുക്ക് പുറം രാജ്യങ്ങളിൽ കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിലേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് ചെയ്തു, നിങ്ങളെ കൊണ്ട് പറ്റും. അന്ന് ചിന്തിച്ചു തുടങ്ങി. പുള്ളിയായിട്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. NMC ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ സാരഥി സീമ ഷെട്ടി മേഡമായിട്ട് അബുദാബിയിൽ കാണാനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. നമുക്ക് UAE എങ്ങനെ ഹോം കെയർ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ തുടക്കമായി. അത് കൂടാണ്ട് വേറെ പല ലെവലിലുള്ള ആരോഗ്യ മേഖലയിലുള്ള ടീമുമായിട്ടും കണക്ട് ചെയ്യാനും സംസാരിക്കാനും പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനും നമുക്കൊരു ഐഡിയ തന്ന ഒരു വലിയ മനുഷ്യനാണ് എന്റെ റോൾ മോഡലായിട്ട് ഞാൻ കാണുന്ന കേണൽ രാജീവ് മണാലി സാർ. വെരി ഗുഡ്. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ അത് ആക്ച്വലി ഇപ്പോഴും
നമ്മളിപ്പോ ദുബായിൽ വിത്തിൻ 2 months സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതിന് ലൈസൻസ് കിട്ടിയെന്ന് അറിഞ്ഞു. ലൈസൻസ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ലൈസൻസ് കിട്ടി, ഇതിന് ബാക്കി അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ബാക്കിലുള്ള ആ ബാക്ക് ബോൺ അദ്ദേഹമാണ്. അതിനുശേഷം ഇപ്പൊ ദുബായിലേക്ക് വ്യാപിക്കുന്നു. പിന്നെ ഇന്റർനാഷണൽ ടൈപ്പിലേക്ക് പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഹെൽത്ത് സയൻസുമായിട്ട് ഒരു എഗ്രിമെന്റ്, ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോ സാറിന്റെ മുന്നിലിരിക്കുന്നതും നമ്മളൊരു സർവീസ് റിലേറ്റ് ചെയ്ത് പരിചയപ്പെട്ടതാണ് അല്ലെ? അത് എന്റെ അച്ഛനും അമ്മയും ഇപ്പോ അച്ഛൻ മരിച്ചുപോയി 2 മാസം മുമ്പ്. പക്ഷെ 4 വർഷത്തിൽ പരം അവരെ രണ്ടുപേരും നോക്കിയത് കേരൻക്യൂറാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ തമ്മിൽ അടുപ്പം ഉണ്ടാവാനും ഈ കേരൻക്യൂറിന്റെ സർവീസുകൾ വളരെ പ്രൊഫഷണൽ ആയിട്ടും പാഷനും കമ്പാഷനും കൂടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും ഒരു ക്വാളിറ്റി ഓഫ് കെയർ നിങ്ങൾ സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഞാൻ എന്റെ യാത്രയിൽ പരിചയപ്പെട്ട കുറേ അധികം നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അതിൽ ഒരാളുമായിട്ടാണ് ഇപ്പോ അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള ഹെൽത്ത് സയൻസ് എന്നൊരു കമ്പനിയുടെ ഡയറക്ടറായ ആനന്ദ് നാഗനാഥൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായി പരിചയപ്പെടാൻ ഇടയായി. കാരണം അദ്ദേഹത്തിന്റെ ഫാദറിന് വർഷങ്ങളോളം നമ്മുടെ സർവീസ് കൊടുത്തിരുന്നതാണ്. ആ സർവീസ് കണ്ട് അദ്ദേഹം ഇഷ്ടപ്പെടുകയും നമ്മളോട് കൂടുതൽ എടുക്കുകയും പുള്ളിയുടെ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു സംരംഭം, ഇന്ത്യയിൽ ആദ്യമായി റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റം, അതായത് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ചെറിയ ഡിവൈസ് വഴി പേഷ്യൻസിന്റെ വൈറ്റൽസ് എടുക്കുകയും അത് സെൻട്രലി മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലേക്ക് പുഷ് ചെയ്യും. അതായത് വീട്ടിൽ എടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ഓഫീസിലേക്ക് ആ ഡീറ്റെയിൽ കിട്ടുകയും അത് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ വന്നാൽ അതിനെ നമ്മൾ അവരുടെ കസ്റ്റമറുമായിട്ടോ അല്ലെങ്കിൽ ആ പേഷ്യന്റ് പാർട്ടിയുമായിട്ട് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വീട്ടിൽ പോയി ചെയ്യുകയോ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഇതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇത് അമേരിക്കൻ കമ്പനിയായ ഹെൽത്ത് സയൻസുമായിട്ടാണ് ആക്ച്വലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി. ഇപ്പോ ആ കമ്പനിയുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ദുബായിൽ നമ്മുടെ പുതിയ പ്രോജക്റ്റ് വിത്തിൻ 2 months അത് ഓപ്പൺ ആവും. അതിന്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ഓൺ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരൻക്യൂർ കേരളത്തിൽ മാത്രം അറിഞ്ഞിരുന്ന ഒരു കമ്പനിയെ ഇന്ന് ഗ്ലോബൽ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കെയർ ആൻഡ് ക്യൂറിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കി CNC ഗ്ലോബൽ എന്ന പേരിൽ വെരി ഗുഡ് നമ്മള് ഇപ്പൊ ദുബായിലാണ് ആക്ച്വലി തുടക്കമെങ്കിലും ലോഞ്ച് ചെയ്തു. വേറെ 2 കൺട്രിയുമായിട്ട് ഓൾറെഡി ഡിസ്കഷൻ നടക്കുകയാണ്. അത് ദൈവം സഹായിച്ചാൽ ഉടനെ തന്നെ അതെടുത്തും പറ്റും എന്ന് വിചാരിക്കും. അല്ല, ഇതെപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം എത്തുന്നത് വരെ നമ്മൾ യാത്ര തുടരുമ്പോൾ ആ ഡിറ്റർമിനേഷനോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരൻക്യൂറിന്റെ ഒരുപാട് സേവനങ്ങളെപ്പറ്റി സംസാരിച്ചു, അതിൻ്റെ വികസന പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. ഈ സംരംഭം തുടങ്ങുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് കാണുമല്ലോ. അത് പുതിയ സംരംഭകർക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ വെല്ലുവിളികൾ എന്തായിരുന്നു, അതിനെ എങ്ങനെയാണ് നേരിട്ടത്? ഉറപ്പായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. സാധാരണ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും. പക്ഷെ പുതിയ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇതൊരു പുതിയ ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പബ്ലിക്കിന് അറിയില്ല, ഗവൺമെന്റിന് അറിയില്ല, ഈവൻ കൂടെ വർക്ക് ചെയ്യാൻ സ്റ്റാഫിനെ പോലും കിട്ടാത്തൊരു സമയം. ഇഷ്ടം പോലെ സ്റ്റാഫ് ചെറിയ സാലറിക്ക് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് പേടി, പ്രത്യേകിച്ച് ലേഡീസ് സ്റ്റാഫിനൊക്കെ പേടിയാണ്. ഈ എങ്ങനെ ഒരു വീട്ടിൽ പോകും, അത്രയ്ക്കും സേഫ് ആണോ, അവിടുത്തെ അന്തരീക്ഷം എങ്ങനെ ഉണ്ടാവും, അവരുടെ വീട്ടിൽ നിന്ന് അവരെ അലോ ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നം തുടക്കത്തിൽ നന്നേ ബുദ്ധിമുട്ടി. ഞാൻ ഇപ്പൊ ഓർക്കുന്നു, ഞാൻ ആ തുടങ്ങിയ സമയത്ത് മാസങ്ങളോളം എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വീട് ഫാദറും മദറും താമസിക്കുന്ന എന്റെ വീട്ടിലേക്ക് പോവാൻ 3 മാസം വരെ ഞാൻ, കാരണം വേറെ ആളില്ല, ഞാൻ തന്നെയാണ് ആക്ച്വലി ഓടുന്നു ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സ് ഒക്കെ വരും, എങ്കിലും അവർ സം ലിമിറ്റേഷൻസ് ഉണ്ട്. ആൾക്കാരും ജോലിക്ക് വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ തുടങ്ങിയ പുതിയ സംരംഭമാണ്, ഇതിനകത്ത് വന്നാൽ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്,
എത്രത്തോളം അവർക്ക് പൈസ കിട്ടും, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും, ഇത് വിജയിക്കുമോ ഇതൊന്നും അറിയില്ല. ജോബ് സെക്യൂരിറ്റി അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ആക്ച്വലി നമ്മൾ കടന്നുപോയത്. പക്ഷെ കുറെ നാള് നമ്മളെ ചെയ്ത് കാണിച്ചു കൊടുത്തു, ഇത് ചെയ്യാൻ പറ്റും, നമുക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. ഞാൻ ആ സമയത്ത് ബ്ലഡ് സാമ്പിൾ എടുക്കാൻ 1-2 വീട്ടിൽ പോയപ്പോൾ അടുത്തുള്ള വീട്ടിലെ ആൾക്കാർ ചോദിക്കുകയാണ്, ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിച്ച് ഇതിനകത്ത് കയറ്റും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവര് വന്ന് ഇവിടെ പിള്ളേരും ഇല്ലല്ലോ, നമ്മുടെ സ്ഥലമൊക്കെ കണ്ടിട്ട് പോയാൽ നിങ്ങളുടെ മാലയോ ആഭരണങ്ങളോ പൊട്ടിച്ചുകൊണ്ട് പോയാൽ എന്തായിരിക്കും? ഇവര് എന്ത് ട്രസ്റ്റ് ഉണ്ട്? ഞാൻ അപ്പുറത്ത് എന്റെ വണ്ടിയുടെ അടുത്ത് നിൽക്കുമ്പോ ഇവര് തമ്മിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല, നമ്മുടെ ആ സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഭയം പബ്ലിക്കിലുണ്ടായിരുന്നു. ഇതൊക്കെ ആക്ച്വലി ഇൻഡസ്ട്രിയെ നല്ലപോലെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഈ 2025 വരെ എത്തി. അപ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട വന്നു. ഗവൺമെന്റിന് നമ്മുടെ അപ്രൂവൽ ലിസ്റ്റിൽ പോകുമ്പോൾ ഇവർക്ക് ഈ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം ഈ ഇൻഡസ്ട്രി എങ്ങനെ പോകണം എന്നുള്ള ഒരു പ്രോട്ടോകോൾ അന്ന് ഇല്ല. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അപ്രൂവൽ ആര് തരും, എങ്ങനെ തരും, ഇല്ല. പല ഡിസ്കഷനിലൂടെയും ഗവൺമെന്റും DMOയും അങ്ങനെ പല ആൾക്കാരുമായിട്ടും അന്നത്തെ സമയങ്ങളിൽ സംസാരിച്ച് ഇതിനൊരു വ്യക്തത വരുത്തി. പക്ഷെ ഇപ്പോ ഹോം കെയർ ഇല്ലാണ്ട് ഒരു ആൾക്കാർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ പോലെ ഇമ്പറേറ്റീവ് നീഡായി കഴിഞ്ഞു. നമുക്ക് അതുപോലെ തിരക്കുണ്ട്, അതുപോലെ നമുക്ക് സ്റ്റാഫുണ്ട്. ഈ പോകുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത് മാറി. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊരു നീഡാണ് ഇപ്പോൾ, അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഉണ്ടായതുപോലെ അനന്തിനുണ്ടായതുപോലെ ഓരോരുത്തർക്കും അച്ഛനമ്മമാർ പ്രായമായി വീട്ടിൽ നിൽക്കുന്നു, അവർ ഒറ്റയ്ക്കാണ്, പ്രവാസിയായി. എനിക്ക് കൂടുതൽ കൺസേൺ കാണും, ഇവിടെ ഉള്ളവർക്കും എല്ലാവരും തിരക്കിലാണ് പോകുന്നത്. ഇപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു പ്രസക്തമായൊരു ചോദ്യം എനിക്ക് വരുന്നത്, ഒരു നഴ്സ് ആരംഭിച്ച സംരംഭം, ഒരു നഴ്സ് എന്ന രീതിയിൽ ഇപ്പൊ ലീഡർഷിപ്പ് ഈസ് നത്തിങ് ബട്ട് എ ലീഡർ ഇൻ എ ഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ താങ്കളുടെ ലീഡർഷിപ്പിൽ തുടങ്ങിയ, ഒരു നഴ്സിന്റെ ലീഡർഷിപ്പിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ സേവനങ്ങൾ വളരെ ശ്രേയസ്കരമായി നിർവഹിക്കുന്നതിൽ ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട്. പ്രത്യേകിച്ച് താങ്കൾ നഴ്സാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ അവരെ ആ സേവനങ്ങളെ വളരെ നന്നായി കൊണ്ടുവരുന്നതിൽ താങ്കളുടെ നഴ്സ് എന്നുള്ളൊരു ലീഡർഷിപ്പ് എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആക്ച്വലി ഈ ക്വസ്റ്റ്യന് എൻ്റെ കൂടെ നിന്ന എല്ലാ സ്റ്റാഫിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന് ആൻസർ ചെയ്യാം. കാരണം നമ്മള് ഒന്നുമില്ലായിരുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന വർക്ക് പബ്ലിക്കിന് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു ഫ്യൂച്ചറിൽ നന്നായിട്ട് വരും എന്ന് വിശ്വസിച്ച് അന്നും ഇന്നും കൂടെ നിന്ന എൻ്റെ സ്റ്റാഫ്സ്. ഞാൻ അവരൊരു സ്റ്റാഫായിട്ട് അല്ല, ആക്ച്വലി ടീം മെമ്പറായിട്ട്. അതെ, ഒരു നേഴ്സിന് എത്രത്തോളം അഡ്മിനിസ്ട്രേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന് അതിൻ്റെതായ ആൾക്കാരെ തന്നെ വേണം. തുടക്കത്തിൽ ആക്ച്വലി നമ്മളാണ് ചെയ്തിരുന്നെങ്കിലും അതിന് കുറെ പോരായ്മകളും വന്നിട്ടുണ്ട്. ഇപ്പോ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ടീമിൽ കൊണ്ടുവന്നാണ് ആക്ച്വലി ഈ സ്ഥാപനം. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ വെല്ലുവിളികളാണ്. ഇത് കൊണ്ടുപോകണമെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും നമ്മുടെ ടീമിൽ വേണം. തീർച്ചയായും ആ ഒരു ലെവലിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുകൊണ്ടാണ് ഇപ്പൊ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഒരു ടീമാണ് ആക്ച്വലി. ഈ ഷിജു എന്നുള്ള ഒരാളുടെ അണ്ടറിലല്ല, കെയർ ആൻഡ് ക്യൂർ എന്നൊരു വലിയ ടീം ഇതിന്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് എവിടെ പോയാലും പല ലെവലിലുള്ള വെഹിക്കിൾസും പല ലെവലിലുള്ള സർവീസും പബ്ലിക്കിന്റെ ഇടയിൽ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നതും അതുകൊണ്ടാണ്. ടീം വർക്ക് ഈസ് ഡ്രീം വർക്ക് അല്ലേ? നമ്മളിപ്പോ ഏത് ഓർഗനൈസേഷനിലും ആ ടീമിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്താല് പിന്നെ ടീം വിൽ റൺ ദ ഷോ. നമ്മൾ കരുപ്പിടിപ്പിക്കുന്ന അവരെ എക്വിപ്പ് ചെയ്യാണ്. ആ എക്വിപ്പ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്ന കെയർ ആൻഡ് ക്യൂർ വളരെ ഗംഭീരമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഞാനിന്ന് വേറൊരു തലത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ കെയർ ആൻഡ് ക്യൂർ ഇനി അങ്ങോട്ട്
കൂടുതൽ വികാസത്തിന്റെ പാതയിലാണ്. ഇനി ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതിനോ ഫ്രാഞ്ചൈസിങ് കൺസെപ്റ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആക്ച്വലി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേഴ്സസ് ഉള്ള സ്ഥലം കേരളമാണ്. തീർച്ചയായും. അതും സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസ്. അതെ അതെ. ഇത്രയും ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും പല സ്ഥലത്തും ഇന്ന് ഈ ഹോം കെയർ സർവീസ് ലഭ്യമല്ല. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഞങ്ങള് ആക്ച്വലി പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കും, എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ സംരംഭം പലരും തുടങ്ങാൻ മടിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ സ്ഥലത്തൊന്നും ഈ സംരംഭം ഇല്ലാത്തത് എന്നതിനെ കുറിച്ച് പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ടും സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഇത് ഒന്ന് മുന്നോട്ട് ഏതൊരു ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുവരാൻ ടെക്നിക്കൽ നോളജ് മാത്രം പോരാ, പല സൈഡിലുള്ള സപ്പോർട്ടും വേണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളും ചിന്തിച്ചു, ഇപ്പൊ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് മാത്രമല്ല പല വ്യൂവിലുള്ള സപ്പോർട്ടും നമുക്കുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ആക്കിക്കൂടാ? അങ്ങനെ ഞങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പതുക്കെ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക. അതെ, നമ്മളെ ഇനിഷ്യലി സ്റ്റാർട്ടിങ് വിത്ത് കേരള, ഓൾ കേരള നമ്മുടെ കെയർ ആൻഡ് ക്യൂറിന്റെ ഫ്രാഞ്ചൈസി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിന് മാത്രം. ലൈക്ക് ഒന്നുകിൽ ഒരു നേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ലാബ് ടെക്നീഷ്യൻ ആയിരിക്കണം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മുൻഗണന. ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ആക്ച്വലി നമ്മൾ ഈ ഫ്രാഞ്ചൈസി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലും ആർക്കെങ്കിലും ഈ ഒരു ഫ്രാഞ്ചൈസി താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ നഴ്സസിനും ഓരോ കഥകളുണ്ട് അല്ലേ? അവരുടെ ജീവിത പന്ഥാവിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ, ഞാൻ അടുത്ത കാലത്ത് ഞാൻ അമേരിക്കയിലാണ് താമസം, ഇവിടെയാണ് ജീവിതം പറയുന്ന പോലെയാണ് ഇപ്പോൾ എൻ്റെ പോക്ക്. പല നഴ്സസുമായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് 1970-കളിൽ അമേരിക്കയിലെത്തി. ഇപ്പൊ നഴ്സസ് ഇല്ലായിരുന്നെങ്കിൽ മലയാളികളുടെ കുടിയേറ്റം ഇല്ലായിരുന്നു അമേരിക്കയിൽ, സത്യം പറയാം. അതുപോലെ അനന്ത സാധ്യതകൾ നഴ്സസിന് ഉണ്ട്. ഇപ്പൊ നേരത്തെ അന്ന് വിദേശ പഠനത്തിനും അല്ല വിദേശത്ത് പോയി ജോലി കിട്ടുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വളരെ അതിൻ്റെയൊക്കെ കാലങ്ങളൊക്കെ മാറി. പക്ഷെ ഒരു സംരംഭകത്വം ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചാണ്. ഒരു നഴ്സിന് ഒരു സംരംഭകനാകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അവരോടുള്ള താങ്കളുടെ ഉപദേശം എന്താണ്? അതൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നേഴ്സ് ഒരു ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഇറങ്ങുന്നു വെച്ചോളൂ, 2 കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു തീരുമാനം. കാരണം നമ്മൾ ഈ ഒരു സംരംഭത്തിന് ഇറങ്ങി ഇത് വേണോ അമേരിക്കയ്ക്ക് പോകണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരു കാരണവശാലും ഇത് നടക്കില്ല, വിജയിക്കില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായിരുന്നാലും ആ സൈഡിൽ വെല്ലായിട്ടുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് വേണം. പ്രത്യേകിച്ചും ഇത് വീട്ടിൽ പോയി ചെയ്യുന്ന ഒരു വർക്കാണ്, അല്ലെങ്കിൽ ഒരു സേവനമാണ്. അവിടെ പോയിട്ട് നമുക്കിത് അയ്യോ ഇത് അങ്ങനെയാണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ഒരു ഫുള്ളി കോൺഫിഡന്റ് ആയിരിക്കണം. ഏത് സമയവും വിളിച്ചാൽ പോകാനുള്ള ഒരു മനസ്സ് ഇതും വേണം. കാരണം ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ രാവിലെ ആകുമ്പം വിളിച്ചു പറയും, ഇന്ന് അച്ഛന് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് വരുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് സുഖമില്ല, അവരുടേതായ ആവശ്യങ്ങൾ കൊണ്ടായിരിക്കാം. എന്ത് ചെയ്യും? നമുക്ക് സർവീസ് കൊടുത്തല്ലേ പറ്റും. ഞാനൊരു നേഴ്സ് അല്ലാതിരുന്നെങ്കിൽ പല സാഹചര്യങ്ങളിലും ഈ സ്ഥാപനം പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും? നമ്മളൊപ്പം തന്നെ ബാഗ് എടുക്കും, ബൈക്ക് എടുക്കും, പോകും. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ഥാപനത്തിന്റെ കെയർ ആൻഡ് ക്യൂറിന്റെ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ മെയിൻ റീസൺ ഇതാണ്. അപ്പൊ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഇതൊരു സംരംഭമായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ആ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോഴേ ഒരു മത്സരത്തിന്റെ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലായിടത്തും കോമ്പറ്റീഷൻ. ഹോം ഹെൽത്ത് കെയറിനും കോമ്പറ്റീഷൻ ഉണ്ട്. ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് യു നെവർ കോമ്പീറ്റ് വിത്ത് എനിബഡി, യു കോമ്പീറ്റ് യുവർ സെൽഫ് ഫോർ എക്സലൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും ഷിജുവിനെ കണ്ടിരിക്കുന്നത്. എന്താണ് മറ്റ് ഹോം ഹെൽത്ത് കെയറിനേക്കാളും ഈ കെയർ ആൻഡ് ക്യൂർ എന്ന ഹോം ഹെൽത്ത് കെയറിനെ വ്യത്യസ്തമാക്കുന്നത്? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങൾ മാത്രമേ പ്രൈവറ്റ് മേഖലയിൽ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഒരു ഡോക്ടറിന്റെ സർവീസ് കോൾ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ആ ടൈമിൽ കൊടുക്കാൻ പറ്റും. കാരണം ഞങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കുറവായിരുന്നു, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അരമണിക്കൂർ ഡിലേ വന്നാൽ വേറെ ആൾക്കാർക്ക് ആ കോൾ പോകും. ആ ഒരു ലെവലിലേക്ക് അഫക്ട് ചെയ്യും. ആ ലെവലിലേക്ക് ഇത് അഫക്ട് ചെയ്യും. പിന്നെ നമുക്ക് കൊടുക്കേണ്ട സർവീസ് കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. അപ്പൊ നമ്മൾ അത് നല്ല ക്രെഡിബിലിറ്റി ആ ഒരു ലെവലിലേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങളൊരു തുടക്കം മുതൽ ഞങ്ങൾ എയിം ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഹോം കെയറിൽ വരുവാണെങ്കിൽ അത് കെയർ ആൻഡ് ക്യൂർ വഴിയായിരിക്കണം. ആദ്യമായിട്ട് അത് കൊണ്ടിരുന്നത് എന്ത് കൊണ്ടുവന്നാലും അങ്ങനെ നമുക്ക് അന്ന് ഒരു ഐഡിയ ഉണ്ട്. കിടപ്പ് രോഗികളായ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള അല്ലെങ്കിൽ മൂവോളല്ലാത്ത ആൾക്കാർക്ക് വീട്ടിലൊരു ദന്തലിന്റെ ഇഷ്യൂസ് വന്നാൽ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ സ്ഥലത്ത് ഒരു സർവീസും ഇല്ല. അപ്പൊ ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഒത്തിരി ദന്തൽ ക്ലിനിക്സും ഹോസ്പിറ്റൽസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാം ട്രിവാൻഡ്രത്തുണ്ട്, എന്തുകൊണ്ട് ഇതില്ല? അപ്പൊ അതിന് ആക്ച്വലി നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. കാരണം വീട്ടിൽ പോയി ചെയ്യാൻ പാടില്ല എന്നുള്ള സർക്കുലേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെയുള്ള ഒരാളിന് ഒരു പല്ല് വേദന വന്ന് എന്ത് ചെയ്യും? അവർക്ക് അതിനുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഒരു പെയിൻ റിലീസ് കൊടുക്കണ്ടേ? അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആക്ച്വലി ഞങ്ങൾ കേരളത്തിൽ ആദ്യമായി ദന്തൽ ചികിത്സ അറ്റ് ഹോം, അത് വലിയ ലെവലിലുള്ള അഡ്വാൻസ് സർവീസ് ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ഒരു ഹൈജീനിക്കൽ അതുപോലെ ബേസിക് ആയിട്ടുള്ള ഒരു ആശ്വാസം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചിലപ്പോൾ ഒരു പല്ലെടുത്തു കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ കണ്ടിട്ട് മരുന്ന് കൊടുക്കാൻ, ക്ലീനിങ് തന്നെ ഒരു വലിയ കാര്യമാണ്. യെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോർട്ടബിൾ ദന്തൽ ചെയറും പോർട്ടബിൾ ദന്തൽ യൂണിറ്റുമായിട്ട് വീട്ടിൽ പോയി കേരളത്തിൽ ആദ്യമായി ദന്തൽ സർവീസ് അറ്റ് ഹോം എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുപോകും. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്താണ് അടുത്ത പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, എന്താണ് നമുക്ക് പബ്ലിക്കിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ റിസർച്ചിലാണ് മനസ്സിലായത്, ബെഡ്രിഡൻ ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ റിക്കറന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ആക്ച്വലി അറിയാലോ, ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ എക്സ്റേ എടുത്ത് അത് ഡോക്ടർ വിസിബിൾ നോക്കിയിട്ടാണ് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. അത് ഏത് ലെവലിലുള്ള മെഡിസിൻ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു എൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ട ഇതാണ്. ബേസിക്കലി അവർ നോക്കും, എന്നാലും അത് ഒട്ടും കുറവില്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ പോകണം. അതല്ല ഇവര് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞാലോ ചെരിഞ്ഞാലോ അല്ലെങ്കിൽ വന്ന് വീണാലോ കാലൊടിഞ്ഞാലോ കൈ പൊട്ടിയാലോ ജസ്റ്റ് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എക്സ്റേയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളും ആലോചിച്ചു, ഇത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല, എന്തുകൊണ്ടാണ് പബ്ലിക്കിൽ ഇതില്ലാത്തത് എന്ന് കുറച്ച് ഞങ്ങൾ പല ലെവലിലും ആലോചിച്ചപ്പോഴാണ് മനസ്സിലായി, ഇതിന് കുറെ നൂലാമാലകളുണ്ട്. ഇത് റേഡിയേഷൻ എന്റെ പാർട്ട് ആയതുകൊണ്ട് പ്രത്യേക അപ്രൂവൽ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു, DMO കണ്ടു, ലെറ്റർ കൊടുത്തു. അപ്പൊ അവിടെയും ആക്ച്വലി ഇങ്ങനെ ഒരു സർവീസ് ആരും ഇതുവരെ കേരളത്തിൽ ചെയ്തിട്ടില്ല, അവർക്ക് ധാരണയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ഇതിന് നമുക്ക് തന്നത്. ഞങ്ങൾ കൊടുത്തു. DMO അതിന് വളരെ കാര്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതാണ് ആവശ്യം, വളരെ കാര്യമായിട്ട് അതിന് ഇടപെടുകയും അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് വീട്ടിൽ പോയി എക്സ്റേ എടുക്കാനുള്ള ലൈസൻസ് കെയർ ആൻഡ് ക്യൂറിന് കിട്ടി. ഇതുപോലെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഞങ്ങൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഇത് തന്നെയാണ് ഇപ്പോഴും മറ്റുള്ള ബാക്കി എല്ലാ സ്ഥാപനക്കാരിലുപരി കെയർ ആൻഡ് ക്യൂറിനെ വ്യത്യസ്തമാക്കുന്നത്.
ദാറ്റ് ഈസ് എ വെരി ഗുഡ് ആൻസർ. ഏതായാലും തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ യാത്ര ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സംതൃപ്തി ഉണ്ടോ? ഉറപ്പായിട്ടും. തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നഴ്സിംഗ് ഒരു പാഷനായിട്ട് തുടങ്ങിയ ആളല്ല ഞാൻ. ഗ്രാജുവലി ഹോം സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളായപ്പോൾ എന്നെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ ഇന്നും പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇതിപ്പോ ഇവർ വന്നിട്ട് വേണം നിങ്ങൾക്ക് ഈ കഥ പറയാൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ചോദിക്കാൻ. ഞാനിപ്പോ ഒരു 3 to 4 years ആയി ഞാൻ ഫീൽഡിൽ വല്ലാണ്ട് പോകുന്നില്ല. ഒരു കഥ പങ്കിടാം. അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ ആണ് കൂടുതലും ഹാൻഡിൽ ചെയ്യാറ്. പക്ഷെ എന്നാലും ഞാൻ പോയി നിന്ന സമയത്ത് എനിക്ക് കുര്യാത്തിയിൽ 2 വയസ്സായ ആൾക്കാരുണ്ട്. ഇവരുടെ മക്കളൊക്കെ വെൽ ഓഫാണ്, നല്ല പോലെ നോക്കും. അവരുടെ മാക്സിമം എന്തൊക്കെ എഫോർട്ട് കൊടുത്ത് അവർ നോക്കും. അച്ഛനും അമ്മയും ഞാൻ ഇതുവരെ അങ്ങനെയുള്ള വേറെ ആൾക്കാരെ കണ്ടിട്ടില്ല. ആ ലെവലിൽ അവർ നോക്കും. പക്ഷെ അവർക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. സംഭടിക്കൽ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റില്ല, ആശങ്കകളുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഇവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു സപ്പോർട്ട് വേണം. ഈ ആൾക്കാർ 2 വയസ്സായവരാണ് ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകും. അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ കൊണ്ടുപോകാനും പറ്റില്ല. ഈ 2 ആൾക്കാരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. ചെറിയ ചെറിയ ആവശ്യം, ഷിജു വരും, ഷിജു വന്ന് അതെന്താന്ന് വെച്ചാൽ ചെയ്യും. അപ്പൊ ഞങ്ങൾ മക്കളെ വിളിച്ച് പറയും, ഷിജുവിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പൊ ഇന്ന് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, കുറെ കഥയൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വിഷുവിന് കൈനീട്ടം തരും, നോക്കി വെച്ചേക്കും. നമ്മൾ അഥവാ പോയില്ലെങ്കിൽ ഒരു വർക്ക് പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കൈനീട്ടം, ഡ്രസ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ഇതൊന്നും ഒരു ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയോ ചെയ്യുന്നതല്ല. ആ ഒരു ആത്മാർത്ഥമായ സ്നേഹം, നമ്മുടെ പരിചരണത്തിന്റെ ഒരു ഇമ്പാക്ട്. ഇപ്പൊ ഞാൻ ഫീൽഡിൽ പോകുന്നില്ല, ഇതുപോലെ ഞങ്ങളുടെ പല സ്റ്റാഫിനെയും കാത്തിരിക്കുന്ന പല വീടുകളും ഇന്നുണ്ട്. അപ്പൊ ഇതാണ് ആക്ച്വലി നമുക്ക് കിട്ടുന്ന വളരെ ഉത്തേജനം. കാരണം നമ്മളെ നോക്കിയിരുന്ന് ഈ സർവീസ് നമുക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ചിരി. അവരെ മക്കളെ വിളിച്ച് പറയുകയാണ് അത് ശരിയായി, അല്ലെങ്കിൽ ഇത് ഓക്കെ ആയി, അല്ലെങ്കിൽ ഇത് ഉണങ്ങാതിരുന്ന ഈ മുറിവ്, ഇത്രയും കാലം ഉണങ്ങാതിരുന്ന ഒരു മുറിവ് ഇത് നല്ലപോലെ ഹീലായി. അപ്പൊ അത് നിങ്ങൾ വന്ന് ട്രസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളും വന്ന ആ ഒരു പറഞ്ഞൊരു സപ്പോർട്ട് കൊടുത്തൊരു മെന്റൽ സപ്പോർട്ട് കൊടുത്തോണ്ടാണ് ഇത്. ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നല്ല. ഈ വീട്ടുകാരോട് ഇപ്പോഴും ബന്ധമുണ്ട്. ഞാൻ ഈ പറഞ്ഞ 2 പേരും മരിച്ചു. ഇപ്പൊ അവരുടെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കും, സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോണ്ടാക്ട് ഉണ്ട്. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഏത് ജോലിയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസമല്ലേ അതെല്ലാം. നമ്മൾ വിശ്വസിക്കുന്നു, കാര്യങ്ങൾ നടപ്പാക്കുന്നു. ആ വിശ്വാസത്തിൽ കൂടിയാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. ഇന്നൊവേഷൻ, ക്രിയേറ്റിവിറ്റി, ഓൺട്രപ്രണർഷിപ്പ്. ഞാൻ ഷിജു സ്റ്റാൻലിയെ വിളിക്കുന്ന ഐസ് എന്നാണ്. ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും ഓൺട്രപ്രണർഷിപ്പും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് നൂതനമായ ആശയങ്ങളെ ആതുര സേവന രംഗത്ത് കൊണ്ടുവരികയും സേവന തൽപരതയോടുകൂടി എന്നാൽ പ്രൊഫഷണലിസവും കമ്പാഷനും ചാലിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കെയർ ആൻഡ് ക്യൂറിൻ്റെ പ്രത്യേകത. ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. ഏതായാലും ഇതുപോലുള്ള സംരംഭങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ട്. ഇങ്ങനെയുള്ള സേവനങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കുക, തദ്വാര പലർക്കും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് കെയർ ആൻഡ് ക്യൂറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. careandcure.in എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സർവീസുകളും അവിടെ തന്നെ 24/7 വിളിക്കാവുന്ന നമ്പറുണ്ട്. ഇതൊരു പരസ്യമല്ല, ഇതൊരു സത്യത്തിന്റെ നിരീക്ഷണമാണ്. ഏതായാലും താങ്ക് യു സോ മച്ച് മിസ്റ്റർ ഷിജു സ്റ്റാൻലി. ഈ സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നതിനും നന്ദിയുണ്ട്. ഈ സേവനം കൂടുതൽ ലോകമെമ്പാടും, ഇപ്പോൾ ഗ്ലോബലായി രജിസ്റ്റർ ചെയ്ത് ലോകമെമ്പാടും അറിയപ്പെടട്ടെ. സുത്യർഹമായി തന്നെ, ക്രെഡിബിലിറ്റിയോടുകൂടി തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. ഹരി നമ്പൂതിരി സൈനിങ് ഓഫ്.